മൈക്രോസോഫ്റ്റിൻ്റെ ടൂൾ ഉപയോഗിച്ച് എങ്ങനെയാണ് വിൻഡോസിൻ്റെ ഒരു ബൂട്ടബിൾ ഡ്രൈവ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കിയാലോ. ഈ ഒരു USB ഡ്രൈവ് ഉപയോഗിച്ച് പുതിയൊരു ഇൻസ്റ്റലേഷനും പഴയത് റീഇൻസ്റ്റാൾ ചെയ്യാനും നിങ്ങൾക്ക് പറ്റും. ഇതേപോലെയുള്ള വീഡിയോകൾക്കായി ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. ഇത് ചെയ്യാനായി ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക, അതിൽ ഡൗൺലോഡ് വിൻഡോസ് 11 എന്ന് എൻ്റർ ചെയ്യുക. അതിനുശേഷം ഫസ്റ്റ് കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. മൈക്രോസോഫ്റ്റിൻ്റെ സൈറ്റിലേക്കാണ് എത്തുക. അത് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് വിൻഡോസ് 11 ഇൻസ്റ്റലേഷൻ മീഡിയ എന്ന് കാണാം. അതിൽ ഡൗൺലോഡ് നൗ എന്ന് കൊടുക്കുക. മൈക്രോസോഫ്റ്റിൻ്റെ ഒരു ടൂൾ ഡൗൺലോഡ് ആയത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റലേഷൻ വിസാർഡ് ഓപ്പൺ ആയി വരും. അതിൽ നിങ്ങൾ നെക്സ്റ്റ് ചെയ്യുക. ലൈസൻസ് അഗ്രിമെൻ്റ് ആണ്, അത് ആക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് വോയിസിൻ്റെ എഡിഷൻസൊക്കെ ഈ ഒരു കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് അതേപോലെ തന്നെ മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു ടിക്ക് ഇട്ടിട്ട് പോവുക. അതല്ല ഡിഫറെൻറ്റ് കമ്പ്യൂട്ടറിലേക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള എഡിഷൻസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് അൺചെക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ചെയ്യുക. ഈ ഒരു OS ഇമേജ് USB ഡ്രൈവിലേക്ക് ഡയറക്റ്റ് ഒരു ബൂട്ടബിൾ ആക്കാം. അതല്ലെങ്കിൽ ഒരു ISO ഇമേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. USB ഡ്രൈവ് അറ്റ്ലീസ്റ്റ് 8 GB എങ്കിലും ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ചെയ്യുക. USB ഡ്രൈവ് സെലക്ട് ചെയ്യുക. അതിനുശേഷം വീണ്ടും നെക്സ്റ്റ് ചെയ്യുക. ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ ആവശ്യമാണ്. കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു പെൻ ഡ്രൈവ് ഉപയോഗിച്ച് റീഇൻസ്റ്റലേഷനും ന്യൂ ഇൻസ്റ്റലേഷനും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ അറിയാത്തവർക്കായി ഷെയർ ചെയ്ത് കൊടുത്തോളൂ.